നമസ്കാരം സാർ. നമസ്കാരം സാർ, പൾസർ സുനി ഇന്നലെ 6.5 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഈ പൾസർ സുനി പുറത്തിറങ്ങിയത് ഇനി ദിലീപ് രക്ഷപ്പെടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ സാറ് ഇന്നലെ പറഞ്ഞ ഒരു കാര്യം, ഒരു മാധ്യമത്തോട് പറഞ്ഞ കാര്യമാണ്, ദിലീപിനെ കൊടുക്കാനായി ഒരു കോക്കസ്, അതായത് ഈ പറഞ്ഞ പേരുകളിലൊന്നും വരാത്ത കുറച്ചു പേർ ദിലീപിനെ കൊടുക്കാനായി ഒരു കോക്കസ് ഉണ്ട്, ആ പേരുകൾ പുറത്തുവിടാൻ തയ്യാറാണ് എന്നുള്ളതാണ്. എന്താണ് അത്തരത്തിൽ പറയാനുള്ള കാരണം? നോക്കൂ, ഇവിടെ 7.5 വർഷക്കാലത്തിന് ശേഷമാണ് പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നത്. ഇതിൽ തന്നെ ഏകദേശം 13ഓളം പ്രാവശ്യം ഹൈക്കോടതി കോസ്റ്റ് വരെ 25,000 രൂപ കോസ്റ്റ് പൾസർ സുനിക്ക് മുകളിലിട്ടു. അതിനുശേഷം ഇപ്പോ സുപ്രീം കോടതിയിലെ തന്നെ സീനിയർ അഭിഭാഷകരെ ഇറക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എങ്ങനെയാണ്, ആരാണ് ഇതിന് പിന്നിൽ ഉള്ളത്, അല്ലെങ്കിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഇപ്പൊ നമ്മൾ പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് നിയമമായിരുന്നു ഒരു 8ാം പ്രതിയിലേക്ക് മാത്രം കൊണ്ടുവന്ന് 8ാം പ്രതിയെ സാമൂഹികമായും അല്ലാതെയും ഇല്ലാതെയാക്കി, 8ാം പ്രതി കോടതി 8ാം പ്രതിയെ കൺവീനർ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രതി ഇന്ന ആളാവണം അല്ലെങ്കിൽ ഇന്നയാളാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ 8ാം പ്രതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു കോക്കസിന്റെ അല്ലെങ്കിൽ അവരുടെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഒരു പവർ ഗ്രൂപ്പിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പൾസർ സുനിയുടെയും ജാമ്യത്തോടു കൂടെ അതിൽ ഒരു വ്യക്തതയും കൂടെ വന്നിരിക്കുകയാണ്. അതായത് ഇതിന്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക്, കേസിന്റെ ഒരു ഫൈനാലിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പായി പൾസർ സുനിയെ പുറത്തിറക്കുന്നു. ഇനി ഏതെങ്കിലും രീതിയിൽ പൾസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൾസറിന്റെ ഈ പറഞ്ഞിരിക്കുന്ന മാധ്യമങ്ങളോടുള്ള വെളിപ്പെടുത്തലുകൾ വരാൻ ഇരിക്കും. പല നാടകങ്ങളും നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കാണേണ്ടി വരും. ഇതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരു കാര്യമാണ്. അതിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. ഇനി ഈ ഫൈനാലിറ്റിയിലേക്ക് എത്തിയത് കൊണ്ട് കൃത്യമായി ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ വിധി വരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിന് ഒരു ജഡ്ജ്മെന്റ് വരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. അത് പറയുന്നില്ല എന്നേ ഉള്ളൂ. അതിനുശേഷം കൃത്യമായി തന്നെ അത് വെളിപ്പെടുത്തുകയും ചെയ്യും. ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന്, ആരൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന പവർ ഗ്രൂപ്പ് എന്നുള്ളത്, ആരൊക്കെയാണ് ദിലീപിനെ ഒതുക്കാൻ അല്ലെങ്കിൽ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് പറയും. ഇപ്പൊ ചില പരിമിതികൾ ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിലും ഈ കേസ് സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയതുകൊണ്ടും ചില പരിമിതികളുണ്ട് എന്നുള്ളതാണ്. സാർ, ഈ കേസിന്റെ തുടക്കം ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പരിപാടിക്കിടയിൽ ദിലീപിന്റെ മുൻ ഭാര്യയെ തന്നെ പറഞ്ഞ ഒരു വാചകമാണ്, ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അത് കൃത്യമായി അന്വേഷിക്കണമെന്നുള്ളത്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പവർ ഗ്രൂപ്പ് അല്ലാത്ത, അല്ലെങ്കിൽ ഈ പുറത്തു വന്ന ചില ഊഹാഭോഗങ്ങളിലൂടെയൊക്കെ വന്ന പവർ ഗ്രൂപ്പ് അല്ലാത്ത ഒരു സംഘം ദിലീപിനെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ദിലീപിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണോ സാർ പറയുന്നത്? അതെ, വളരെ കൃത്യമാണല്ലോ. മുഖ്യമന്ത്രി ഒരു സംഭവം ഉണ്ടാകുന്നു, പ്രതികളെ പിടികൂടുന്നു, അതിന്റെ ദൃശ്യങ്ങൾ കിട്ടുന്നു, മറ്റെല്ലാ രീതിയിലും മുന്നോട്ട് വരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ചടങ്ങിൽ വെച്ച് ഒരു പ്രമുഖ നടി പുറത്തു വന്ന് പറയുകയാണ്, ഈ പറയുന്ന റേപ്പ് എന്ന് പറഞ്ഞ ഒരു അസോൾട്ടില് അതിലൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട് എന്നുള്ളത്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന് ചുമതലയുള്ള മുഖ്യമന്ത്രി, പോലീസ് സംവിധാനങ്ങൾ, ഇവർക്കാർക്കും അറിയാത്ത ഒരു ഗൂഢാലോചന ഒരു സുപ്രഭാതത്തിൽ ഒരു ആ സിനിമാ മേഖലയിൽ തന്നെയുള്ള ഒരു പ്രമുഖ വന്ന് പറയുകയാണ്, ഇതിലൊരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, ഇതിലൊരു ഗൂഢാലോചനയുണ്ട്. എന്തിൽ? ഈ നടന്നിരിക്കുന്ന ബലാത്സംഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൽ അസോൾട്ടിൽ. അപ്പൊ അത്തരത്തിൽ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ പോലും ഒരു സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകാം, ആഭ്യന്തര വകുപ്പിന്, പോലീസിന്, സംവിധാനങ്ങൾക്ക് ഒന്നും അറിയാത്ത ഈ ഒരു വിവരം എങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു നടിക്ക് അല്ലെങ്കിൽ ഈ ഒരു മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ ഒരു സംഘടന പിളരുന്നു, സ്ത്രീ സംഘടനയായിട്ട് മറ്റൊരു സംഘടന വരുന്നു, ഇവരുടെ ഒക്കെ ടാർഗറ്റ് ദിലീപിലേക്ക് വരുന്നു എന്നുള്ളതിൽ തന്നെ വ്യക്തമാണല്ലോ എന്താണ് സംഭവിച്ചത്. ആർക്കാണ് ഈ അനുബന്ധ കുറ്റപത്രത്തിൽ ദിലീപിനെ പ്രതി ചേർക്കാൻ ഉള്ള ഒരു എന്താണ് താല്പര്യം ഉണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. അത് പകൽ പോലെ വ്യക്തമാണ്, എല്ലാവർക്കും അറിയാം. പലരും അത് പറയാനൊക്കെ മടിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ, ഒരു വിധി വരുമ്പോൾ, എന്തായാലും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു വിധിയിലേക്കാണ് കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവിടുത്തെ പൊതുസമൂഹത്തിനും സിനിമാ മേഖലയിലുള്ളവർക്കും ഒന്നും
ഒന്നാം പ്രതി പൾസർ സുനിയെയോ രണ്ടാം പ്രതി മാർട്ടിനെയോ ഒന്നും ശിക്ഷിക്കുന്നതിലോ അല്ലെങ്കിൽ അവരെ ശിക്ഷ മേടിച്ചു കൊടുക്കുന്നതിലൊന്നും വലിയ താല്പര്യമില്ലാന്ന് തോന്നുന്നു. എട്ടാം പ്രതിയെ തൂക്കിക്കൊല്ലുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് അവര് എന്താണ് സാഹൂതം വീക്ഷിക്കുന്നത്. അല്ല, അതിനുള്ള പ്രവൃത്തികളാണ് അണിയറയിൽ ഈ പറഞ്ഞിരിക്കുന്ന പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഢാലോചനക്കാര് അണിയറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു സംശയമില്ല. സാർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പൾസർ സുനിയുമായി ബന്ധപ്പെട്ട പൾസർ സുനിയുടെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ ഉൾപ്പെടെയാണ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നത്. ആ പോസ്റ്റിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ചെറുപ്രായത്തിൽ തന്നെ ജുവൈനൽ ഹോമിൽ പോയ ഒരു ക്രിമിനൽ, പിടിച്ചുപറി, മോഷണം, സിനിമാ മേഖലയിൽ പല താരങ്ങൾക്കും സ്ത്രീകളെ എത്തിക്കുന്ന ഒരു ക്രിമിനൽ, അത്തരത്തിലേക്കാണ്. ഒരു ക്രിമിനൽ എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലേക്ക് നുഴഞ്ഞു കയറിയത്? ആ ക്രിമിനലിനെ കൊണ്ട് എങ്ങനെയാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് എത്തിയത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇപ്പൊ ഹേമ കമ്മിറ്റിയിലൊക്കെ നമ്മൾ കണ്ടില്ലേ, ഏതാണ് ഈ പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ മാത്രമല്ല, ലഹരി മാഫിയകളുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ പറഞ്ഞ പോലെയുള്ള സിനിമ ആർക്കൊക്കെ കൊടുക്കണം, ആരൊക്കെ സിനിമയിൽ അഭിനയിക്കണം തീരുമാനിക്കുന്ന ഒരു വിഭാഗമുണ്ട്. മറ്റ് ചെയ്യുന്ന ഒരു മാഫിയകളുണ്ട്. അപ്പൊ ഇത്തരത്തിൽ മാഫിയ ഈ സിനിമയും ഗ്ലാമറസ് ഒരു മേഖലയുടെ മറുപുറത്തുണ്ട്, പിന്നാമ്പുറത്തുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അവർ പലപ്പോഴും ഇത്തരം ആളുകളുടെ ടൂളുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ രണ്ടാം പ്രതി മാർട്ടിൻ തന്നെ പലപ്പോഴായിട്ട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊരു അസോൾട്ടേ നടന്നിട്ടില്ല, ഇത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഇങ്ങനെയൊരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല, ദിലീപിനെ കൊടുക്കാൻ വേണ്ടി, ദിലീപിന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു നാടകമാണെന്ന് പല പല സമയങ്ങളിലായിട്ട് രണ്ടാം പ്രതി മാർട്ടിൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ മാർട്ടിൻ അതിലൊരു ഇരയാക്കപ്പെടുകയായിരുന്നു, മാർട്ടിനെ കൊല്ലാൻ പദ്ധതിയുണ്ട് എന്നുള്ളതൊക്കെ മാർട്ടിൻ പലപ്പോഴായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത് രഹസ്യമൊഴി മാർട്ടിൻ മജിസ്ട്രേറ്റ് മുമ്പാകെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു സംഭവത്തിന് അതിനാണ് ഞാൻ വിധി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത്. കാര്യം ഇങ്ങനെയൊരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ഒക്കെയാണ് അവിടെ നടന്നത് നമ്മുടെ ഈ ട്രയലിൽ. അതുകൊണ്ട് തന്നെ പുറം ലോകം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ഈ വിധിയിലൂടെയാണ് നമുക്കത് പുറത്തേക്ക് വരുന്നത്. ആ വിധി വരുമ്പോൾ കേരളം ഞെട്ടുന്ന പല യാഥാർത്ഥ്യങ്ങളും അതിലുണ്ടാകും. ആരായിരുന്നു പവർ ഗ്രൂപ്പ്, ആരാണ് ഈ സംഭവത്തിന് പിന്നിൽ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, ഈ പൾസർ സുനി ആരുടെ ടൂളായിരുന്നു, മാർട്ടിനെ എങ്ങനെയാണ് ഇതിൽ കുടുക്കിയത്, അത്തരത്തിൽ ഇതിന്റെ യഥാർത്ഥത്തിൽ ഈ വിഷ്വൽ എടുത്തു എന്ന് പറയുന്ന ഈ പെൻഡ്രൈവ് എവിടെ, അതിന്റെ ഒറിജിനൽ പെൻഡ്രൈവ് എവിടെ, അത് ആരാണ് കളഞ്ഞത്, അതിൽ നിന്ന് എങ്ങനെയാണ് രണ്ട് അഭിഭാഷകർ ഇതിൽ നിന്ന് അക്യൂട്ടായി പോയത് അല്ലെങ്കിൽ അവരെ ഒഴിവാക്കിയത്, അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിന്റെ പിന്നിലെ യഥാർത്ഥ ഗൂഢാലോചന ഈ വിധിയിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന കേസിന്റെ ട്രയൽ കഴിഞ്ഞുള്ള ഫൈനൽ വിധിയിലൂടെ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. അതുവരെ വെയിറ്റ് ചെയ്യണം. ആ വിധിക്ക് ശേഷം വളരെ വിശദമായിട്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള സിനിമാ മേഖലയിലെ തന്നെ ഇത്തരം മാഫിയകളെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും. അത് ആ വിധിക്ക് ശേഷം സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു മാറ്റർ ആയതുകൊണ്ടാണ് അതിലേക്ക് കടന്നു കയറിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകൾ ഈ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്താത്തത്. യഥാർത്ഥത്തിൽ 164 രഹസ്യമൊഴിയിൽ ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ആളുകൾ വളരെ സത്യസന്ധമായിട്ടുള്ള ഡിപ്പോസിഷൻ നടത്തിയിട്ടുണ്ട്, കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു വൈറ്റൽ പീസ് ഓഫ് എവിഡൻസ് ആണ് കോടതിയുടെ ട്രയലിന്റെ മുൻപാകെ. മാത്രമല്ല 261 സാക്ഷിയായിട്ടുള്ള ബൈജു പൗലോസിനെ 95 ദിവസം, അത് സുപ്രീം കോടതി പോലും ഒരു അതിശയോക്തിയോടുകൂടെ ചോദിച്ചു, എന്താണ് പറഞ്ഞത്, എന്താണ് മൊഴികൾ, എന്തിനാണ് ഇത്രയും വലിയൊരു ക്രോസ് എക്സാമിനേഷൻ പ്രതിഭാഗം നടത്തിയത് എന്നുള്ളത് ചോദിച്ചു. വളരെ കൃത്യമാണ് ആരൊക്കെ ഏതൊക്കെ ആളുകൾ ഈ പറയുന്ന ഈ സംഘത്തിന്റെ, ഈ ഗൂഢാലോചന സംഘത്തിന്റെ ടൂളുകളായി പ്രവർത്തിച്ചു എന്നുള്ളതൊക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞു പോയിട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ ആളുകളുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കുടുംബ ബന്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ആളുകൾ, പിന്നെ ഈ ദിലീപിന്റെ ആളുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ കേസ് സബ്ജുഡീസ് ആയതുകൊണ്ട് മാത്രമാണ് ഈ പേരുകൾ ഇപ്പോൾ വ്യക്തമായിട്ട് പറയാനുള്ള ഒരു പരിമിതിയുള്ളത്. സാറേ, ഈ കേസിന്റെ വിധി നവംബറിൽ വന്നതിന് ശേഷം ഈ പേരുകൾ പുറത്തുവിടുമോ? തീർച്ചയായിട്ടും പേരുകൾ മാത്രമല്ല പുറത്തുവിടുക, ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രതികളിൽ ചിലർ തന്നെ മജിസ്ട്രേറ്റ് മുൻപാകെ പറഞ്ഞിട്ടുള്ള മൊഴികൾ എന്ന് അവർ തന്നെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പുറത്തുവിടും. ഒരു സംശയവും വേണ്ട, നിങ്ങൾക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് ഞങ്ങൾ തരും. കൃത്യമായിട്ട് അവരെന്താണ് സംഭവിച്ചെന്നുള്ളത് പറയും. ഈ വാഹനം ഓടിച്ചു എന്ന് പറയുന്ന ആളുകളൊക്കെ ആണല്ലോ ഇതിൽ പ്രതികളായിട്ടുള്ളത്. വാഹനം ഓടിച്ച ആളുകൾ, അസോൾട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, റേപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ, വാഹനം ഇടിപ്പിച്ച ആളുകൾ, വിളിച്ചു പറഞ്ഞ ഫോൺ കോൾ റെക്കോർഡിങ്സ്, ഇവരുടെ തന്നെ മൊഴികൾ എന്തായിരുന്നു എന്നുള്ളത്
ഈ ഒരു വിധിക്ക് ശേഷം നമ്മൾ പുറത്തുവിടും. സർ, ഈ നടിയെ ആക്രമിച്ച കേസിന് പിന്നാലെയാണ് WCC എന്ന സംഘടന തുടങ്ങുന്നത്. പിന്നീട് അവരുടെ ഒരു ടാർഗറ്റ് ദിലീപ് മാത്രമാണ് എന്ന് പുറത്ത് വലിയ ചർച്ചകളായിരുന്നു. കാരണം അവർ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല. അവർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ടാർഗറ്റ് ദിലീപായിരുന്നു. പക്ഷേ ദിലീപിന്റെ പേരുകൾ അതിലൊന്നിലും ഉയർന്നു കേട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ പോലും വിചാരിക്കാത്തവരുടെ പേരുകളാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം പുറത്തു വന്ന പല വിവരങ്ങളും. അപ്പോൾ ഇത്തരം ഒരു ടാർഗറ്റ് WCCക്ക് ഉണ്ട് എന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? എന്താ അതിൽ സംശയം? അതായത് ദിലീപ് കേസിന് മുൻപും പിൻപും എന്നുള്ളതല്ലേ മലയാള സിനിമ ചർച്ച ചെയ്യുന്നത്. ആ രീതിയിലേക്ക് മലയാള സിനിമ മാറ്റപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ദിലീപിന് മുൻപും പിൻപും നടി ആക്രമിക്കപ്പെട്ടിട്ടുള്ള കേസിന് മുൻപും പിൻപും എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇത്തരം ഒരു സംഘടന സ്ത്രീ ശാക്തീകരണത്തിന്, സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ വെൽഫെയറിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാൻ വേണ്ടി ഒരു ജെൻഡർ ഇനീക്വാലിറ്റി എതിരായിട്ടുള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള സംഘടന. ഈ ദിലീപിനെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനേക്കാൾ വലിയ ആരോപണമാണല്ലോ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന പലരുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളത്. ലഹരി മാഫിയ, ചെറിയ പെൺകുട്ടികളെ ലഹരി കൊടുത്ത് ചൂഷണം ചെയ്യുക, ലഹരി പാർട്ടികൾ നടത്തുക, അതിന് അന്വേഷണം സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോ അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ദിലീപ് തന്നെയായിരുന്നു ടാർഗറ്റ് എന്നുള്ളത് ഒരു പച്ച പരമാർത്ഥ്യമായിരുന്നു. അതിനുശേഷം ഈ ഹേമ കമ്മിറ്റിയിൽ അത്തരത്തിൽ 235 പേരിൽ ഒന്നും കാണാത്തതിന്റെ വലിയൊരു ഫ്രസ്ട്രേഷൻ ആ സംഘടനയിലെ ആളുകൾക്കുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗൂഢാലോചന ഭാഗമായിട്ടുള്ള ഈ പവർ ഗ്രൂപ്പിനും അതുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു കാര്യമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു റിപ്പോർട്ടാണ്. എന്നാൽ അത് നനഞ്ഞ പടക്കം പോലെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് ദിലീപിനെ മാറ്റി മറ്റ് പല തലങ്ങളിലേക്കും അത് വന്നു എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഗൂഢാലോചനക്കാർക്ക് ഏറ്റ ഒരു തിരിച്ചടിയാണെന്നതിൽ സംശയമില്ല. വിധി വരുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് കൂടെ പോകും എന്നുള്ളത് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതെ പറഞ്ഞു പല കാര്യങ്ങളും. അതിന്റെ ഒരു വ്യക്തത ഈ ഒരു ജഡ്ജ്മെന്റോടുകൂടെ വരും എന്നുള്ളത് തന്നെയാണ്. വളരെ നന്ദി സാർ. താങ്ക് യു.